ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓരോ തിരക്ക് കാരണം സമയം കിട്ടില്ല. അതാണ് സത്യത്തിൽ. കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താ ചെയ്യാത്തത്. താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ട്രിവാൻഡ്രം പൊന്മുടിയിൽ സ്റ്റേ ചെയ്തതും നമ്മുടെ സുമേഷ് ഏട്ടൻ്റെ മീൻ വറുക്കലും മറ്റേ പുഴയിൽ മീൻ പിടിക്കലും പിന്നെ മീൻ വറുക്കലും പുള്ളീനെ പരിചയപ്പെട്ടതും അതൊക്കെയായിരുന്നു. അതിനുശേഷം രാത്രി ട്രിവാൻഡ്രം വിതുരയിൽ തന്നെ താമസിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയത് പൊടിയക്കാല പറഞ്ഞ സ്ഥലത്തേക്കാണ്, പേപ്പാറ ഡാമിൻ്റെ ബാക്കിൽ. അടിപൊളി സ്ഥലമാണ്, കാണേണ്ട സ്ഥലം തന്നെയാണ്. കാരണം കാട്ടിനകത്താണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം പോലെ. ആരും അങ്ങനെ ടൂറിസ്റ്റ് ഒന്നും പോണ സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ. പിന്നെ നല്ല ഒരു റൂട്ടാണ് പോണ വഴി, ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ താമസിച്ച ലോഡ്ജോട്ടോ അത്. രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് തുടങ്ങുന്ന എഴുതി. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ചേട്ടൻ അടിപൊളി ചേട്ടനായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് എത്ര നേരം പുള്ളി നമുക്ക് വേണ്ടി കയറിയല്ല. എന്നിട്ട് അടുപ്പൊക്കെ കൂട്ടി തന്ന് മസാലയൊക്കെ പറ്റി വറക്കാനും കൂടി എല്ലാ പണിയും പുള്ളി ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു അഗ്രിമെന്റിൽ എന്തെങ്കിലും ചെയ്യാൻ രീതിയിൽ തന്നെ തുടങ്ങിയ സംസാരിച്ചങ്ങ് കമ്പനി ആയില്ലേ. നമ്മൾ പൈസ കൊടുത്തപ്പോൾ പൈസ എത്രയെന്ന് പോലും പുള്ളി നോക്കിയില്ല, അത് തള്ളിയിട്ടു. അതിനെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവൽ മനുഷ്യൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യൻ. വണ്ടി നമ്മളിവിടെ തന്നെ രാത്രി പാർക്ക് ചെയ്തിട്ടോ. ഇത് കോലം കണ്ടോ, വെളിച്ചത്ത് കാണിച്ചില്ല, ഫുള്ള് ചളിയിട്ട്. സോളാർ പാനൽ ഉപയോഗിച്ചു. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാൻ പോയപ്പോഴത്തേനും വണ്ടി കയറി പോകും. അവിടെ അല്ലേ അത്യാവശ്യത്തിന് ഉപയോഗിക്കേ. നമ്മളിപ്പോ പോണ സ്ഥലത്ത് പെട്ടൊന്നും ചെയ്യുമ്പോൾ പിന്നെ കല്ലൊക്കെ കൈക്കില്ല. ഇത് ലൈറ്റ് വെയിറ്റ് അല്ലേ, 4 വട്ടം 5 വട്ടം തിരിച്ചിടാലോ. ഇതൊക്കെ സെറ്റ്, അത് ശരിക്കും റിസ്പെക്ട്ഫുള്ളുമാണ്. അമിത്തിന്റെ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് പോയി കേട്ടോ. കുളിക്കാനില്ല, അവൻ എന്തോ എടുക്കാണ്ടതാണ്, കുളിക്കില്ല, അവന് വയ്യ. അപ്പോൾ വീട്ടിൽ പോയിട്ട് സാധനം എടുത്ത് പെട്ടെന്ന് വരും. എന്നിട്ട് നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് പോകും. എന്തൊരു സ്ഥലമുണ്ട്, ഈ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഫോറസ്റ്റ് കാണാനാണ് പോണേ. അത്യാവശ്യം അടിപൊളി സ്ഥലമെന്നാണ് പറഞ്ഞത്, പൊന്മുടിയിൽ. നമുക്ക് എന്തായാലും വേഗം സാധനമൊക്കെ പാക്ക് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുന്ന പരിപാടി നോക്കാം. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണറാട്ടോ, പുള്ളിയുടെ ജീപ്പാണിത്. നമ്മൾ ജീപ്പിൻ്റെ കണ്ടപ്പോൾ പുള്ളിയുടെ വെറുതെ ചോദിച്ചതാ. അയ്യോ പതുക്കെ സൂക്ഷിച്ച്, 2 വീലർ വണ്ടിയാണ് കേട്ടോ. പുള്ളി പറഞ്ഞാൽ കേട്ടില്ല. എന്താ പറഞ്ഞാൽ എല്ലാവരും കയറിപ്പോ എന്താ ചെയ്യണ്ടേ? നോക്കിയാ ഡിയേറ്റർപ്പ് എഞ്ചിൻ മേജർ. അപ്പൊ ഇത് മേജറാണ്, ഡിയേറ്റർപ്പോ അല്ലേ? ഇത് ഡിയേറ്റർപ്പോ, എഞ്ചിൻ ഡിയേറ്റർപ്പോ ആണല്ലോ. 2006 ചേട്ടൻ്റെ 2006 ടെർബോ വണ്ടി കേട്ടോ, 2 വീലാണ്, പോലീസ് വണ്ടിയാണ്. എൻ്റെയും കേരള പോലീസ്. എൻ്റെ KL1 ജീപ്പ് KL1. എൻ്റെ DA ആണ്. ഇത് അന്ന് പോലീസിനൊന്നും വണ്ടി അവിടെ ഇരുന്നൊരു DSP ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ പെൻഷൻ അവിടെ ആളായിരുന്നു. അദ്ദേഹം വാങ്ങിച്ചിട്ട് 31,000 കിലോമീറ്റർ ആയിട്ട് ഞാനെടുത്തു. ഇപ്പോൾ അത് 1,26,000 കിലോമീറ്റർ ആയി. നല്ല പവറല്ലേ ഓടിക്കാൻ, ചവിട്ടി നല്ല കാറ് പോണ പോലെ പോകും. ചേട്ടനറിയാം, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നില്ല. ഞാൻ ജീപ്പ് വാങ്ങിച്ചു, DI ജീപ്പ് വാങ്ങിച്ചു. എന്നതിന് ശേഷം FFJ പറഞ്ഞൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ടു. ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിലൊരു അംഗമായപ്പോൾ അതിൽ ഈ DI ടെർബോനെ കുറിച്ച് ഞാൻ മനസ്സിലായത്. അപ്പോൾ ജീപ്പ് വാങ്ങിച്ചല്ലോ, പിന്നെ എനിക്ക് മാറ്റാൻ വണ്ടി നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നത്, അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ DI ടെർബോ ബൊലേറോയിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട്, ബൊലേറോ എഞ്ചിൻ ഇത് ഭയങ്കര ഡിമാൻഡാ, പറയുന്ന വില ഇതിന്. അതുകൊണ്ടാണ് ആ വില, ഇതാരും കൊടുക്കില്ലല്ലോ. മെയിൻ്റനൻസ് എങ്ങനെയാ? വളരെ കമ്മിയാ, മെയിൻ്റനൻസ് ഇല്ല. അതല്ലേ, വണ്ടി ഇറങ്ങിയപ്പോഴുള്ള സ്റ്റെപ്പിന് ഇപ്പോഴും അത് കട്ട് ചെയ്തിട്ടില്ല, അത് ഇനിയും ഓടും. ഇപ്പൊ ഞാൻ പുതിയ ചാവി ഉണ്ട് കയ്യില്? ചാവില്ല. നോ പ്രോബ്ലം. ഞാൻ സൗണ്ട് ഒന്ന് കേൾക്കണമെന്നാണ്. ആ നമ്മുടെ സെയിം ഇതാണ്. ബാക്കിൽ സിംഗിൾ സീറ്റ് ആക്കിയേക്കാം അല്ലേ? കുറെ കള്ളന്മാരൊക്കെ പിടിക്കാൻ വണ്ടി ഇരിക്കും. ബാക്കിൽ അഡ്ജസ്റ്റ് സീറ്റ് ആക്കി.
സൂപ്പറാണ്. ഞാനിത് മേജറെന്ന് വിചാരിച്ചില്ല. ഞാൻ പഴയ ഏതോ ജീപ്പ് നിങ്ങൾ അങ്ങനെ കളറൊക്കെ അടിച്ച് വെച്ചേക്കാൻ വെച്ചു. ശരിക്കും മേജറാണല്ലേ? അങ്ങനെ തന്നെയല്ല എപ്പോഴും. മിസ്റ്റർ മേജർ ഓണർ, പ്രൗഡ് ഓണറെ സംസാരിക്കും അല്ലേ? കൊടുക്കില്ല എന്ന് പറഞ്ഞു പുള്ളി. ആരാ കൊടുക്കുക ജീപ്പ്? അതാണ് ജീപ്പ്. എന്തായാലും അത് ജീപ്പ് അല്ലാന്നേ ഉള്ളൂ, ഇതിന്റെ ഹൃദയം തന്നെ അതിനകത്ത് ഇരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി, പാക്കൊക്കെ ചെയ്തു ഇറങ്ങാൻ പോവാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പല പല പരിപാടികൾ ഉണ്ട് അല്ലേ? എവിടേക്കൊക്കെയോ അമിത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒറ്റ വിടലാണ്. നമ്മളിപ്പോ പോകുന്ന പൊടിയക്കാല പേപ്പാറ ഡാമിന്റെ ബാക്ക് സൈഡ്. പൊടിയക്കാല അതിന്റെ ബാക്ക് സൈഡ്, റിസർവർ ബാക്ക് സൈഡ് ആണ്, ഡാമിന്റെ ബാക്ക് സൈഡ്. അതും കൊടുങ്കാടാണ്. അതെ, നല്ല നല്ല കാട്ടുകൂടിയാണ് പോണേ. അപ്പോ അമിത് വണ്ടി എടുത്തോ. അമിതേ, ഞാൻ നിന്നെ എങ്ങനെ പരിചയപ്പെട്ടോ പറയ്? നമ്മള് യൂട്യൂബ് ചാനൽ വഴിയുള്ള പരിചയമാണ്. എങ്ങനെ? നീ എനിക്ക് എന്താ ചോദിച്ചേ? ഞാൻ DA ടർബോ വണ്ടി എങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ആദ്യം മെസ്സേജ്. ഓക്കെ. ഞാൻ മുതൽ തപ്പിയിടുന്നപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ എനിക്ക് DA ടർബോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ ആദ്യം മെസ്സേജ് അയച്ചു. അപ്പൊ ചേട്ടൻ കുറച്ച് റിപ്ലൈ തന്നു. അങ്ങനെ പിന്നെ ചേട്ടന്റെ വീഡിയോസ് കാണാൻ ആളുണ്ടല്ലോ. ഒരു രസം എന്താ പറയാ, രണ്ടുപേര് എന്നോട് പറഞ്ഞു അവർ DA ടർബോ ബൊലേറോ മേടിച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ടും ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പുള്ളി കുറച്ച് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ട് ഗ്രീൻ വണ്ടി, അത് പുള്ളിയുടെ കണ്ടിട്ടാ. അങ്ങനെ യൂട്യൂബ് വഴി ഒരു കമന്റ് ഇട്ട് പരിചയപ്പെട്ടു. പുള്ളി ഒരു വണ്ടി മേടിച്ചു, അതൊരു സന്തോഷമുള്ള കാര്യം. അതിന് പുറമെ ട്രിവാൻഡ്രം വന്നിട്ട് പുള്ളിനെ ഞാൻ നേരിട്ട് കാണുന്നു. പുള്ളിയുടെ കൂടെ താമസിച്ചു. പുള്ളി നമ്മുടെ കൂടെ ഫുള്ള് കറങ്ങുന്നു. എന്ത് രസം നോക്കിയോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം. പോവാ നമുക്ക്. ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടാ. എൻ്റെ പേഴ്സ് ഇവിടെ വീണ്ടും ഞാൻ മറന്നു വെച്ചു. ചേട്ടൻ കൊണ്ടുവന്നില്ലെങ്കിൽ പോയേനെ കേട്ടോ. എന്താ ഒരു സമയദോഷം. ഓക്കെ എന്നാ ശരി കേട്ടോ, താങ്ക് യു. ട്രിവാൻഡ്രത്തെ ആൾക്കാരൊക്കെ വേറെ ലെവൽ തന്നെയാണ്, ഒന്നും പറയല്ല. അപ്പൊ ഏട്ടാ കാണാട്ടോ. എന്തായാലേ ചേട്ടന്റെ ലോഡ്ജിന്റെ പേരെന്താ? ശാന്തി കൃഷ്ണ പാലസിന്റെ മുതലാളിയുണ്ടോ. ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള്. ഭയങ്കര ഹമ്പിളിച്ചാൽ ഭയങ്കര ഹമ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്. ഇന്നലെ നമ്മൾ അങ്കമാലി താമസിച്ച് ഉറങ്ങാനേ പറ്റില്ല. ഹോം സ്റ്റേ ഉണ്ട്. 10 ഏക്കറിനകത്ത് വീടുണ്ട്. ഫുൾ സൗകര്യമുണ്ട്. ആ, വണ്ടിയിൽ ഡ്രൈവ് ഒക്കെ പോവാം. അത് ശരി, അത് ശരി. എന്താ തോട്ടം? എന്താ എന്ത് മൃഗങ്ങൾ കാണാൻ പറ്റും? ആനയൊക്കെ ഉണ്ടാവോ? ആനയൊക്കെ ഉണ്ടാവോ? ആ ശരി, നേരത്തെ അറിയില്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ചേട്ടന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. നമ്മുടെ ബോർഡിൽ നമ്പർ ഇല്ലേ? പുറത്തെ ബോർഡിൽ നമ്പർ ഇല്ലേ? അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം പൊന്മുടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഞങ്ങൾ താമസിച്ചത് AC റൂമിലാണ്. നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റി. കാരണം എന്തോ സ്ഥലത്തിന് വിതുര ജംഗ്ഷനിലാണ്. സ്ഥലത്തിന് എന്തൊരു പ്രത്യേകത, നമ്മൾ ചില സ്ഥലത്ത് പോയി നമുക്ക് ഉറങ്ങാൻ ഒത്തിരി. ഞാൻ താമസിച്ച് ഞാനും ശ്രീകാന്തും ഉറങ്ങാനേ പറ്റില്ല, വെറുതെ പൈസ പോയി എന്നല്ലാണ്ട്. ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി, കിടന്നു, സ്വിച്ച് ഓഫ് ഇടുന്ന ഉറങ്ങി, രാവിലെ എണീച്ച് കുളിച്ച്. നമ്മൾ ടൈം വേസ്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ ചേട്ടനെ ബന്ധപ്പെടും കേട്ടോ. ഓക്കെ ഏട്ടാ, ഞാൻ എന്തായാലും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ശരി ശരി, ബൈ. ഓക്കെ ഓക്കെ, എല്ലാം സെറ്റ് കേട്ടോ. നമ്മളിപ്പോൾ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പോകണ സ്ഥലം ഉണ്ടല്ലോ, എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ. ആൾക്ക് അവിടെ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ പറയാൻ ആളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതാണ് വേറൊരു വൈബ്. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി വരാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് അമിത രസം. എല്ലാവരും പോയി കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക്കും പേപ്പറും കുപ്പിട്ട് നാശാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ആർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ വൈൽഡ് ഫീൽ അതേപോലെ ഉണ്ടാവും കേട്ടോ. അതാണ് എന്തായാലും നിങ്ങൾ ഇഷ്ടം. അമിതിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്, ഗ്രീന്. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആള് ഗംഭീരമായിട്ട് ഓൾട്ടർ ചെയ്യാൻ പോകണം വണ്ടി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം എത്തിയിട്ടാ. കുട്ടപ്പാറ കണ്ടോ, കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ് തുറന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഇല്ല പറഞ്ഞാൽ മതി, വിളിച്ച് ഇൻഫോം ചെയ്താൽ മതി. ആ അതെ, ഇവിടെ കുഴപ്പമില്ല. ബോണക്കാട്ടിലേക്കാണ് നമുക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലം. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. നല്ല സ്ഥലം കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവിടെ, വീടുണ്ടല്ലോ ഉള്ളില്. ഇതൊക്കെ ശരിക്കും കാടിന്റെ ഒരു ഭാഗം തന്നെ അല്ലേ? ഇതെന്ത് ബസ്സാ പോയത്? നമ്മൾ പൊടിയക്കാല ബോർഡ് ഉണ്ടല്ലേ, പൊടിയക്കാലേക്ക് പോവാണ്. പൊടിയക്കാല പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട്.
വഴി കണ്ടോ റൈറ്റ് സൈഡിലെ ഒരാൾ ബൈക്കിൽ പോകണ്ടോ, അവിടുത്തെ ആൾക്കാരും ഉണ്ടല്ലേ, സൂപ്പറായിട്ട്. ഇതൊക്കെ ഒരുപാട് റീൽസിലൊക്കെ കണ്ട വഴി പോലെ ഒരു ഫീൽ ഇടാ. കൊള്ളാം, അടിപൊളി അടിപൊളി. നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടാ. ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഗ്രീൻ കളറാ, ആൽഗെ നല്ല രീതിയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം കെട്ടി നിൽക്കണ വെള്ളമല്ലേ അല്ലേ. ഇതുവഴിയാ പോണ്ടേ? അപ്പൊ എന്തായാലും കാണാം. നല്ല രസാട്ടോ, കാടിന്റെ ആ ഒരു ഫീലും പിന്നെ ആ കളറും ഒക്കെ പാടെ കാണണ്ടോ എനിക്ക്. അടിപൊളി, സൂപ്പറായിട്ട് ആ സ്ഥലം. ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് കയ്യും ആ ഒരു ഭാഗത്തെ ഇതും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തുകൊണ്ടായി വണ്ടിനെ അത്ര ഇഷ്ടപ്പെടാൻ മനസ്സിലല്ലേ. എന്നെ ഈ സ്ഥലത്തേക്കൊക്കെ ഏറ്റിക്കൊണ്ടാണ് ഒരു വാഹനമാണിത്. ലവ്ലി ലവ്ലി. ശരിയല്ലേ? അതുകൊണ്ടല്ലേ വണ്ടിനെ സ്നേഹിക്കുന്നത്. നമുക്ക് എവിടെ പോണോ നമ്മളെ കൊണ്ടുപോകുന്നു. ആ ഇവിടെ നിന്നുള്ള വ്യൂ അല്ലേ? ആ ഓക്കെ. യെസ് യെസ് യെസ്. അടിപൊളി. ആ ഒരു മരമൊക്കെ അങ്ങനെ ചെരിഞ്ഞ് നിൽക്കണതും. മരം വീണിട്ടില്ല, ജീവുള്ള മരം തന്നെ അല്ലേ. കണ്ട വീണ പോലെ ചെരിഞ്ഞിരിക്കട്ടോ നോക്കിയേ. ഉണ്ടോ ഇതൊരു കാടിന്റെ ഒരു സെറ്റപ്പാട്ടോ അതൊക്കെ, രക്ഷയില്ല. ഡാമിന്റെ കളറാണ് വേറെ ലെവല് അല്ലേ. കുണ്ടില്ലാത്ത പോലെ തോന്നുന്നുണ്ട്, ക്രീമി ആയിട്ട്. നല്ല കുണ്ടുണ്ടാവില്ല അതൊക്കെ. ഒന്നാമത്തെ വെള്ളം അനങ്ങണില്ല, പിന്നെ ഒരുമാതിരി ഗ്രീൻ കളർ ആയതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയിലൊരു ഗ്രീൻ കളർ അല്ലേ. പച്ചര ഗ്രീൻ കളർ അല്ല, നല്ല ഭംഗിയിലൊരു ഗ്രീൻ കളർ. സൂപ്പർ, നൈസ് നൈസ് നൈസ്. വഴുക്കലുണ്ടാവില്ലേ? ഇതുവരെ വരാം അല്ലേ. ആ കൊമ്പുള്ള മീൻ അല്ലേ. കോലൻ പുഴയിലെ കോലൻ മീനെ കണ്ടോ? കോലൻ നമ്മൾ മറ്റേ കടലിലൊക്കെ കാണാറില്ലേ, ആ മീന് പുഴയിലുണ്ടാ. ചെറുതായിട്ടേ കാണുള്ളൂ അല്ലേ. ഓ വണ്ടി അവിടെ നിർത്തിയിട്ടില്ലേ. നമ്മൾ ഇതുവഴി നടന്നു വന്നു. വ്യൂ കാണിച്ചു തരാം. ഏണ്ട് ഓ കളർ നോക്കിയേ, എന്നാ രസം. ആ ക്ലൗഡ്സ് കേട്ടോ മുകളില് കറക്റ്റ്. ആ ഒരു എഡിറ്റിംഗില്ലാത്ത ഒറിജിനൽ കളറാട്ടോ അത്. എന്താ രസല്ലേ. ആ ഭാഗത്തൊക്കെ ലൈക്കോ ഈ ഭാഗത്തൊക്കെ നമ്മുടെ മൃഗങ്ങളൊന്നും വെള്ളം കുടിക്കുന്ന സ്ഥലം കേട്ടോ. ഇപ്പം നമ്മൾ വന്ന ടൈം അത്ര അനുയോജ്യമല്ല. ഇവിടെ ഉണ്ടോ അല്ലേ, ഒന്ന് ഇറങ്ങണ വഴി പോലെ ഉണ്ട്. ഇവിടെ ഈ ഭാഗം ഉണ്ടാ. കാടാണ്, റിയൽ കാട്. ഇനി ഞാൻ പയ്യെ തിരിച്ചോ. അങ്ങനെ നമ്മൾ പേപ്പാറ ഡാമിൻ്റെ ബാക്ക് സൈഡിലുള്ള പുടിയക്കാല പറഞ്ഞ സ്ഥലം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും പോയി കാണേണ്ട സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു പോണ വഴിയും പിന്നെ അവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് ടൗണിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. എഞ്ചിൻ ഓയിൽ ഏകദേശം മാറ്റേണ്ട ടൈമായി. അപ്പോൾ പിന്നെ ഓടണ്ടെന്ന് കരുതി. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ തന്നെ മാറ്റിയിട്ട് പോകാൻ കരുതി. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ ഏൽപ്പിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക ചെയ്തത്. നമ്മളെന്തായാലും എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, 6 മാസം മുന്നേ മാറ്റിയതാണ്. നല്ല ഒരു സ്മോക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ലൈക്ക് സ്മെല്ല് ചെയ്യുമ്പോഴേ. അപ്പോൾ എന്തായാലും മാറ്റി വയ്ക്കാം, ഇപ്പോൾ കുറേ ഓടാളല്ലേ. അപ്പോൾ മാറ്റാൻ പോവാണ്.
ചെറുതായിട്ടൊരു ലീക്ക് ഒറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ താമസിച്ചു, ഇവിടെ ലോഡ്ജിൽ താമസിച്ചു. രാവിലെ നോമിച്ച് ലീക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ വണ്ടി നിർത്തിയെടുത്ത് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. പിന്നെ അതുകൊണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതിൽ ഓയിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പ് വാങ്ങിച്ച് വയ്ക്കാം. എല്ലാ ദിവസവും ഞാൻ ഫില്ല് ചെയ്ത് ഓടിക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ ഒരു സൗണ്ട് ഈ ടയറിൻ്റെ അവിടെ നിന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കിടിക്കിടി നെറ്റ് എന്തോ ലൂസായ പോലെ ഉണ്ട്, അവന് റൈറ്റ് ചെയ്യണം. ഇത്രയും കാര്യം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് പോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒറ്റണ പോലെ തോന്നിയത്. നിർത്തിയിടത്ത് ലീക്ക് ഉണ്ട്, ഉറപ്പ് അത് തന്നെയാണ് ആയിട്ടുള്ളത്. എഞ്ചിൻ്റെ അവിടെ നിന്നല്ലോ, നമ്മുടെ ചട്ടിന്നോ ഒന്നുമില്ലല്ലോ. ഹൗസിംഗ് ട്യൂബ് ഞാൻ പാക്കൊക്കെ മാറ്റി, ആ ഭാഗത്തുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യണ്ട കേട്ടോ, ആള് ചെക്ക് ചെയ്യട്ടെ. ഒരു സമാധാനം വേണമല്ലോ വണ്ടി ഓടിക്കുമ്പോൾ. ഒട്ടോ ഒരു ടെസ്. പിന്നെ ഡീസൽ ക്യാപ്പ് ചോദിച്ചു നോക്കാം, ഡീസൽ ക്യാപ്പ് അവിടെ കിട്ടുന്നു. സംഭവം ഒന്ന് അടിച്ച് പമ്പിൻ്റെ അവിടെ നിന്ന് കാണില്ല. പമ്പിൻ്റെ അടിയിൽ നിന്നാണ് ലീക്ക്, അടിയിൽ നിന്നാണ് ലീക്ക് വരണേ. ഇനിയിപ്പോൾ എന്തായാലും ഒരു പണി കിട്ടി. ചെറിയ എല്ലാ പണിയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നേരം ഇട്ട് പണിയുണ്ടാണ്. എന്തൊരു കഷ്ടം നോക്കിയേ. എനിവേസ് കൂളിൻ്റെ ടാങ്ക് ഒന്ന് എനിക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് തരും, നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ എന്താ ചെയ്യുക, ചെക്ക് ചെയ്യലേ? ബ്രേക്കോലൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഈ കൂളിൻ്റെ ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കാം കേട്ടോ. സോറി, ഓയിൽ ഇത് നമ്മളിപ്പോൾ തന്നെ മാറ്റാം. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കണ്ടോ എൻ്റെ? ഞാൻ ഇന്നലെ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി കാണുന്നില്ലേ അല്ലേ, കറുത്തിട്ട് ഫുള്ള് മണ്ണാട്ടോ. അതിനകത്ത് മണ്ണ് പോലെ എന്തൊക്കെ കണ്ടോ ആണ് അവസ്ഥ. ഇതൊക്കെ എല്ലപ്പോഴും ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകണം, എഞ്ചിൻ്റെ റേഡിയേറ്ററിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ഇതൊക്കെ അടയാൻ എന്തെങ്കിലും വേണം. ഒരു നല്ലൊരു കൂളിന് എന്ന് വില വരും. അമ്മത്തിൻ്റെ അതിനോട് ഓയിൽ മേടിക്കാൻ വന്നോ, അതൊന്നും ഓയിൽ കിട്ടാനില്ല. പുള്ളിയെടുത്താണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ കാസ്ട്രോളും പിന്നെ അതുപോലെ തന്നെ പ്യൂറോ ഗാർഡിൻ്റെ മറ്റേ ടാങ്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തില്ല, അതിലേക്ക് ഒഴിക്കാനുള്ള കൂളന് മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ക്ലബിലെല്ലാവരും സജസ്റ്റ് ചെയ്തത്. ഇത് 15W40 ആണ്. ഇല്ല എവിടെ ഉള്ളത്? യെസ്, ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകണം. ഇവിടെ ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ ഒരിടത്ത് ഈ ചേട്ടൻ്റെ കടയിൽ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഓക്കെ, നമ്മൾ എത്തിയിട്ടാ. അങ്ങനെ കുട്ടനാട്ടാ. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിച്ചത്. ഇത് ഫില്ല് ചെയ്തോ, നമ്മുടെ ആ ലെവൽ വരെ ഫില്ല് ചെയ്തോളൂ. മറ്റേത് ഒഴിക്കും ചെയ്തോ കേട്ടോ. അതിലിച്ചിരി ബാക്കി ഉണ്ടാവും, ഇതിനകത്ത് ബാക്കി ഉണ്ടാവുമല്ലോ. അത് ഇതുപോലെ ചെറിയ ക്യാണെങ്കിൽ എനിക്ക് ആക്കി തന്നോ. 1 ലിറ്റർ ഞാൻ ബാക്കപ്പ് ആക്കി വെച്ചോ. 7.5 ലിറ്റർ, 1/2 ലിറ്റർ ബാക്കി ഉണ്ടാവുള്ളൂ, ഇച്ചിരി ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഇതിൽ തന്നെ പോയിക്കോട്ടെ. ബാക്കിയാണെങ്കിലേ ഇല്ല ടോപ്പ് അപ്പ് എന്തെങ്കിലും ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് എഞ്ചിനാലും മാറ്റാം. ഡീസൽ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പമ്പ് ബാക്കിയെല്ലാം ചെയ്ത് വെക്കാം. ബാക്കി ഓക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഡീസൽ പമ്പ് പ്രശ്നമൊന്നുമില്ല, ഓടില്ല വണ്ടി. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ട്രിവാൻഡ്രത്തെ ഒരു ഇലയുടെയാണ്. പ്ലൈവുഡിന്റെ തടിയുടെ ഇല എടുത്തിട്ടോ. അത് ഇല കണ്ടോ എനിക്ക്, വാഴയുടെ ഇലയല്ല, അതൊക്കെ ഇലയുടെ രീതി കണ്ടോ കണ്ടോ, അതിനകത്താട്ടോ. എന്തായാലും വാങ്ങിക്കുന്നുണ്ട്, സംഭവം അടിപൊളി കേട്ടോ. ഇതേ ഹോട്ടൽ തന്നെ, നല്ല ചേച്ചി, നല്ല സ്നേഹമുള്ള ചേച്ചി. ഓക്കെ, ഓൾ റൈറ്റ്. എത്ര ചേച്ചി നമ്മുടെ ടോട്ടല്? അപ്പൊ ഗോവിന്ദന്റെ എഞ്ചിനൊക്കെ മാറ്റി തന്നു. ഗോവിന്ദ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ ഗോവിന്ദ വീഡിയോയില് നമ്മുടെ ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ട്രിവാൻഡ്രത്തിലെ ബാലേറ്റിൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിച്ചതും അതേപോലെ ബോണക്കാട് ഗോസ്റ്റ് ബംഗ്ലാവ് എക്സ്പ്ലോർ ചെയ്തൊക്കെയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. കാറിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏട്ടോ നമസ്കാരം. ഏട്ട തന്നെ പ്രശ്നം ഉണ്ടാക്കണേ? എൻ്റെ അച്ഛനും ഫുഡ് ഉണ്ടാക്കുന്ന ആളാട്ടോ. എപ്പോഴേ ഫുഡ് റെഡിട്ടാ. നമ്മൾ ബോണക്കാട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അമ്പലം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമിത്, ഇതാണ് പ്രേത ബംഗ്ലാവ്. നമുക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും. സൂപ്പറായിരുന്നു, പുള്ളി ഗംഭീരമായിരുന്നു. നമ്മൾ ഇതാണ് അമലിനോട് ബൈ ബൈ പറയേണ്ട സമയമായി. അമിത്